സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. അശോക് കാറ് തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നപ്പോഴാണ് ഹിബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഫയുടെ ശബ്ദം കേട്ട് തലചരിച്ച് നോക്കിയത്. നീയോ വീട്ടിൽ കൊണ്ടുവിടണമെന്നൊക്കെ പറഞ്ഞതായിരുന്നല്ലോ, മഷൂദ് ചോദിച്ചുകൊണ്ട് അവളുടെ മറുപടിക്കായി കുറച്ചുകൂടെ തല തിരിച്ച് നോക്കിയപ്പോഴാണ് അവന്റെ സീറ്റിന് പുറകിലെ പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന സുർമിയെ കണ്ടത്. ഹനയുടെ സ്പെഷ്യൽ ഓർഡറാണ്. ഞാൻ ഇറങ്ങിയായിരുന്നു. അപ്പം നവിക്ക് പറഞ്ഞു സുർമിക്ക് വേണ്ടി കൂട്ടുവരാൻ. കാര്യങ്ങളെല്ലാം കൂട്ടി വയ്ക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല മഷൂദിന്. നമിച്ചു നവി, ഈ തിരക്കിനിടയിലും നിന്റെ തല എന്തിനൊക്കെ വർക്ക് ചെയ്തു. പെട്ടത് ഞാനും പെങ്ങളും പെണ്ണും ഒരു വണ്ടിയിൽ. മഷൂദ് കൈമുട്ട് കാറിൻ്റെ വിൻഡോയിൽ നിന്ന് കൈ നെറ്റിയിൽ താങ്ങി വെച്ചുകൊണ്ട് നെടുവീർപ്പിട്ടു. ഡോർ തുറന്ന് നിഹാൽ കയറിയിരുന്ന് പോകാമെന്ന് പറഞ്ഞപ്പം അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മഷൂദ് രണ്ട് പുരികം പൊക്കി എങ്ങനെയുണ്ടെന്ന് കാണിക്കുമ്പം പല്ലെറിഞ്ഞുകൊണ്ട് കാർ ഓടിച്ച് തുടങ്ങിയിരുന്നു അവൻ. പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന സുർമിയെയും അറിയാതെ പോലും മിററിലൂടെ അവളെ നോക്കാൻ മെനക്കെടാതെ മഷൂദിനെയും കണ്ട് ഇതെങ്ങനെ കരക്കടുപ്പിക്കുമെന്ന് ചിന്തിക്കുകയായിരുന്നു നിഹാൽ. ഹിബ, ഇതെൻ്റെ മഷൂദ്, ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് ഫ്രണ്ട്, ഉറ്റ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് ബന്ധത്തിൻ്റെ ആയം കുറക്കുന്നില്ല. എനിക്ക് അവനും അവനക്ക് ഞാനും, എൻ്റെ പിറക്കാതെ പോയ ഇരട്ട സഹോദരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാറുള്ള മൗനത്തെ ഭേദിച്ച് സംസാരത്തിന് തുടക്കമിട്ടത് നിഹാലാണ്. എനിക്ക് സഫ പരിചയപ്പെടുത്തി തന്ന് സഫയുടെ ബ്രദറാണല്ലേ മഷൂദ്. നിങ്ങൾ പറഞ്ഞ ആളും ഇവളും പറഞ്ഞ ആളും ഒന്നാണെന്ന് ഇവർ കാറിൽ കയറിയപ്പോഴാണ് അറിഞ്ഞ്. പിന്നെ അവരുടെ സംസാരം നീണ്ടുപോയി. ഇടയ്ക്ക് സഫയും അവരുടെ കൂടെ കൂടിയെങ്കിലും സുർമിയും മഷൂദും തീർത്തും മൗനമായിരുന്നു. ഈ സമയമൊക്കെ സുർമിയുടെ മനസ്സ് ചിന്തകളിൽ ഊഴിക്കിടക്കുകയായിരുന്നു. കുറച്ചു നേരമായി മഷൂദിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആൾ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. അറിയാതെ പോലും നോട്ടം പുറകിലേക്ക് വരുന്നില്ല. ഇച്ചിരി ഇഷ്ടമുണ്ടേൽ നോക്കാതിരിക്കുമോ? അപ്പം അന്ന് പറഞ്ഞത് ശരിയാണോ? കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് ആളെ മനസ്സിൽ വേറൊന്നുമില്ലേ? അപ്പം അന്ന് കണ്ണുകളിൽ കണ്ട ഭാവം ഇന്ന് സ്റ്റേജിലേക്ക് തന്നെ നോക്കി നിന്നത് അതെൻ്റെ അല്ലായിരുന്നോ? ഒക്കെ എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ട് തോന്നിയതായിരിക്കുമോ? അപ്പം നീ സന്തോഷിക്കുകയല്ലേ വേണ്ട. ആൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ചിന്തയൊന്നുമില്ല. നീയും മറന്നേക്ക്. ഇതൊക്കെ നിന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നുന്നതാ. ഇന്നലെ എടുത്ത തീരുമാനം അത് മറന്നോ? ആൾക്ക് കൂടെ ഇഷ്ടമുണ്ടെങ്കിലല്ലേ വിഷമാവുക. ഇത് പൊറ്റയ്ക്ക് സഹിച്ചാൽ പോരെ. മനസ്സിനൊന്ന് തണുപ്പിക്കണം. അതിന് ഈ വക ചിന്തകളിൽ നിന്ന് ഒഴിവായേ പറ്റൂ. ഉള്ളിലുള്ള പിരിമുറുക്കം ഒന്ന് കുറക്കാൻ അവൾ സഫയുടെ ഹിബയുടെ സംസാരത്തിൽ പങ്കുചേർന്നു. അപ്പോഴേക്കും നിഹാലും മഷൂദും അവരുടേതായ സംസാരം തുടങ്ങിയിരുന്നു. ഹിബ ഹന്നയെ പോലെ തന്നെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവൾക്ക് ഇന്നലെ ഒരു വീട്ടിലേക്ക് വന്ന ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. കോളേജ് വിശേഷങ്ങൾ പറഞ്ഞു. വേഗം തന്നെ അവർ 3 പേരും കൂട്ടായി. ഒരു പ്രായക്കാരായതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ലൊരടുപ്പം വന്നു. അപ്പോഴാണ് ഹിബയുടെ ചെരുപ്പ് പ്രെയർ ഹാളിൽ വെച്ച് കളഞ്ഞു പോയത് ഹിബ പറഞ്ഞത്. നിഹാൽ അത് ഓർത്തു. അവിടെ ബാക്കിയൊരു ചെരുപ്പാണ് ഇപ്പോൾ ആൾ ഇട്ടേക്കുന്നത്. പോകുന്ന വഴി വേറൊന്ന് വാങ്ങണം. നല്ലൊരു ഷോപ്പ് കാണുകയാണ് നിർത്താൻ പറഞ്ഞു നിഹാൽ. അതിന് മറുപടി ഒന്ന് മൂളുക മാത്രം ചെയ്തു മഷൂദ്. കുറച്ചു നേരം കഴിഞ്ഞ് കാണും തലക്കും വല്ലാതെ കനം പോലെ തോന്നിയപ്പോഴാണ് സുർമി ചുറ്റുമൊന്ന് നോക്കിയത്. കാറിൻ്റെ ഗ്ലാസ് വിൻഡോ ഒക്കെ അടച്ച് AC ഇട്ടിട്ടാണ് കാർ ഓടിക്കൊണ്ടിരുന്നത്. വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾക്ക്. വേറൊരു ഉരുണ്ടുകയറ്റം പോലെ. ശ്രദ്ധ പലതിലേക്കും കൊടുത്തെങ്കിലും അത് കൂടി വന്ന് എത്ര നിയന്ത്രിച്ചിട്ടും മുഖത്തറിയാതെ അതിൻ്റെ അസ്വസ്ഥത വന്നുകൊണ്ടേയിരുന്നു. സഫയോട് പറയണോ AC ഒന്ന് ഓഫ് ചെയ്യാൻ പറയാൻ? സഫയാണെങ്കിൽ ഹിബയുടെ തോളിലേക്ക് ചാരി ചെറിയൊരു മയക്കത്തിലാണ്. ഒരാശ്രയത്തിന് വേണ്ടി മഷൂദിനെ നോക്കിയെങ്കിലും ആൾ നോക്കുന്ന പോലില്ലെന്ന് തോന്നി അവൾക്ക്. ഇനിയും വൈകിയാൽ ഛർദ്ദിച്ചു പോകും. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. പെട്ടെന്ന് മഷൂദ് ബ്രേക്ക് പിടിച്ചുകൊണ്ട് കാർ സൈഡാക്കിയത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിഹാൽ മഷൂദിനെ നോക്കിയപ്പോഴേക്കും സുർമി ഡോർ തുറന്ന് ഇറങ്ങി ഛർദ്ദിച്ചു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം എടുത്ത് നിഹാലിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനേ. ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് മഷൂദ്. സഫയെ വിളിച്ചു നിർത്തി ഹിബ കാര്യം പറഞ്ഞ് വേഗം ഇറങ്ങി സുർമിയുടെ അടുത്തേക്ക് ചെന്നു. ചുറ്റുമൊന്ന് നോക്കി എവിടെ എന്തെന്നൊക്കെ മനസ്സിലാക്കിയപ്പം സഫയും. ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുർമി ക്ഷീണിച്ചു പോയിരുന്നു. മഷൂദ് ഡോർ തുറന്ന് സൈഡിലുള്ള വാട്ടർ ബോട്ടിലെടുത്ത് അത് സഫയെ ഏൽപ്പിച്ചു. തുറന്നു വെച്ചിരിക്കുന്ന വാടച്ച് അവൻ്റെ കൂടെ നിഹാലും ചാടിയിറങ്ങി. വായും മുഖവും കഴുകി കുറച്ച് വെള്ളം കുടിച്ചവൾ. എന്താ പറയത്തെ, ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സഫയും ഹിബയും. അവർക്കുള്ള മറുപടി കൊടുത്ത് കയ്യിലുള്ള ബോട്ടിൽ അവൾ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് നോട്ടം ചെന്നെത്തിയത് മഷൂദിൻ്റെ മേലാണ്. കണ്ണുകൊണ്ടവൻ കാറിലേക്ക് കയറാൻ പറഞ്ഞു അവളോട്. അത് മനസ്സിലായെന്നോണം അവൾ കയറിയിരുന്നു, കൂടെ സഫയും ഹിബയും. അപ്പോഴും നിഹാലും മഷൂദിനെ സുർമിയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അന്താളി പറഞ്ഞുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ കുപ്പിയിൽ വന്ന ബാക്കി വെള്ളം വായിലേക്ക് കമിഴ്ത്തി കാലിയായ കുപ്പി ഡോർ തുറന്ന് അരികിലായി വെച്ച് മഷൂദ്.
നീ വരണില്ലേ? ചോദിക്കുന്നതോടൊപ്പം കാറിലിരുന്നു കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പോയ ബോധമണ്ഡലം തിരിച്ചെടുത്ത് ഞാൻ ഓടി വന്ന് കയറി. മഷൂദ് ഗ്ലാസ്സെല്ലാം താഴ്ത്തി AC ഓഫ് ചെയ്തു. കഴിഞ്ഞുപോയ നിമിഷങ്ങളെല്ലാം ഒന്നുകൂടെ ഓർത്തെടുക്കുകയായിരുന്നു നിഹാല്. എപ്പോഴാണ് അവളെ നോക്കിയത് മഷൂദ്? ഞാൻ നോക്കിയപ്പോഴേക്കും അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. ചോദിക്കുന്നതിന് തന്നെ അളന്നു മുറിച്ച് ഉത്തരം പറയുന്നു. അവളൊന്ന് പറയുക പോലും ചെയ്യാതെ ഇനി ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ണൊന്ന് ചിമ്മിയോ? നിഹാലാകെ കൺഫ്യൂസ്ഡായി കൂട്ടിയും കുഴിച്ചു നോക്കി. ഓർത്തെടുത്ത് ചികഞ്ഞ് ഒന്നും കിട്ടാത്തപ്പം അവൻ കാറിലെ സ്റ്റീരിയോ ഓൺ ചെയ്തു. ഹൃദയം പുണരുമി നിമിഷമായി പാതിവാരി മുളരുന്ന ദേവിയായെന്ന പാട്ട് കേട്ട് സുർമി നോക്കിയത് മഷൂദിനെയാണ്. രണ്ടുപേരുടെ മിഴികൾ കോർത്തപ്പോൾ അവൾ വേഗം നോട്ടം മാറ്റി. ഞാൻ ഡ്രൈവ് ചെയ്യണോ? അവരെ ശ്രദ്ധിച്ചോടെ തന്നെ നിഹാൽ ചോദിച്ചു. എന്തിന്? അവൻ്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായെന്നോണം മഷൂദ് ചോദിച്ചു. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല, നീ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. നിഹാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു. അരികിലായി വന്നു ചേരാൻ കൊതിയും. എന്നാലും മഷൂദ് എത്ര നിയന്ത്രിച്ചിട്ടും മിഴികൾ ചെന്നെത്തിയത് സുർമിയയാണ്. കണ്ണടച്ച് ഡോറിലേക്ക് ചാരിക്കിടക്കുകയാണ് അവൾ. മുഖം നാണെ വാടിയിരിക്കുന്നു. തലയിലിട്ട തട്ടം കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ട്. നെറ്റിലായി വീണ് കിടക്കുന്ന ചെറിയ കുരുനിരകൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്നു. കണ്ണടച്ച് കിടന്ന സുർമി അത് കേട്ടപ്പോൾ കണ്ണു തുറന്നു. അവൾ നോക്കുന്നതും അറിഞ്ഞതും അവൻ നോട്ടം മാറ്റുകയും ചെയ്തു. സ്റ്റീരിയോയിലൂടെ ഒഴുകുന്ന ഓരോ വരിയും തനിക്ക് വേണ്ടിയാണെന്ന് തോന്നി സുർമിക്ക്. ഉള്ളം മുഴുവൻ മഷൂദിന് വേണ്ടിയാണ് തുടികൊട്ടുന്നത്. കുറച്ചു നേരത്തേക്കാണെങ്കിലും തന്നെ മഷൂദിനൊരു പരിചയമില്ലെന്ന സംശയം നെഞ്ചുപൊടിയുന്ന വേദനയുണ്ടാക്കി. ഇന്നലെ എടുത്ത തീരുമാനം ഉണ്ടെങ്കിൽ പോലും അവനൊന്ന് നോക്കാൻ, കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ ഒരുപാട് കൊതിച്ചു. വയറിലെ ഉരുണ്ടുകയറ്റവും തലക്കുള്ള അസ്വസ്ഥതയും തുടങ്ങിയത് മുതൽ ആളെ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നതൊന്നും തോന്നിയതേയില്ല. പിന്നെ ഇങ്ങനെ ആൾ മനസ്സിലാക്കി അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ചിന്ത പോലും തന്നെ സന്തോഷത്തിലാക്കുന്ന സ്വയം മറന്ന് ആ പ്രണയക്കടലിൽ മുങ്ങിത്തായിരുന്നു. അവളൊന്ന് നിശ്വസിച്ചു. കുറച്ചു നേരം കൂടി വൈകിയിരുന്നേൽ ആലോചിക്കാൻ വയ്യ. ഡ്രസ്സും കാറും എല്ലാം ചീത്തായേനെ. ഉള്ള ഒരു ഭാഗം മഷൂദിനോടുള്ള സ്നേഹത്താൽ അവനിൽ മാത്രം ശ്രദ്ധയൂന്നി. അവൻ്റെ ചലനങ്ങൾ പോലും മനസ്സിലാക്കി അവൻക്ക് വേണ്ടി മിഴിക്കുമ്പോഴും മറുഭാഗം പ്രിയപ്പെട്ടവരെയും വീട്ടുകാരെയും ഓർത്ത് വിങ്ങുന്നു. ഇതിനൊരവസരം ഉണ്ടാകുമോ? മനസ്സിലെ വിങ്ങലൊന്ന് കുറക്കാൻ ഒരാശ്രയത്തിൽ നിന്നോണം അവൾ മഷൂദിനെ നോക്കി. ഞാൻ പറയാതെ എന്നെ മനസ്സിലാവോ ഇയാൾക്ക്? വയ്യ നീറാൻ അവളുടെ ഉള്ളം അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. സുർമിയൊന്ന് നോക്കി കൈയെത്തിച്ച് സ്റ്റീരിയോ ഓഫ് ചെയ്തു മഷൂദ്. അവൾ ഏതോ ചിന്തയിൽ മിററിലേക്ക് തന്നെ മിഴി നട്ടിരിക്കുന്നത് തോന്നി അവൻക്ക്. എന്താ അവളുടെ ഉള്ളിൽ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചിലപ്പോൾ തോന്നും ഇഷ്ടമാണെന്ന്, ചിലപ്പോൾ പാവം കാണുമ്പോൾ തന്നെ അറിയാത്തതുപോലെയും. എന്താണ് അവളുടെ ഉള്ളിൽ? എങ്ങനെയൊന്നും അറിയാം. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടാ പിള്ളേർക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്നേ. പാട്ടെങ്കിൽ കേട്ട് റിലാക്സ് ആകട്ടെ അവരെ. മഷൂദ് സ്റ്റീരിയോ ഓഫ് ചെയ്ത ആദിശത്തിൽ നിഹാൽ പറഞ്ഞു. നിഹാൽ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ കാർ സൈഡാക്കി അടുത്തുള്ള ലെതർ വേൾഡ് എന്ന ബോൾഡ് എഴുതിയ വലിയൊരു ഷോറൂമിൽ അരികിലായി അവൻ കാർ നിർത്തി. ഹനക്കുള്ള ചെരുപ്പ് നോക്കണ്ടേ? ഇവിടെ കയറിക്കോ. അവനൊന്ന് കൂർപ്പിച്ചു നോക്കി നിഹാൽ ഇവയോട് വരാൻ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി. പ്ലീസ് എൻ്റെ കൂടെ വാ, എനിക്ക് ആളെ പരിചയമാകുന്നില്ലുള്ളൂ. നീയും കൂടെ വാ പ്ലീസ്. സെലക്ട് ചെയ്യുമ്പോൾ അഭിപ്രായങ്ങളും ചോദിക്കാലോ. സഫയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ചോദിക്കുന്ന ഹിബയുടെ മുഖം കണ്ടപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല അവൾക്ക്. സുർമിയെ നോക്കിയപ്പം കണ്ണടച്ച് കിടക്കുകയാണ്. കയ്യിലൊന്ന് തട്ടി പതുക്കെ അവൾ കാര്യം പറഞ്ഞു. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് തലയാട്ടി അനുവാദം കൊടുത്തു സുർമി. ഷോറൂമിൽ കയറി ഹിബയ്ക്ക് വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സഫയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പതുക്കെ നടന്നു വരുന്ന ഹിബയെ കണ്ടത്. എനിക്കൊരു കൂട്ടിന് സെലക്ട് ചെയ്യാനൊക്കെ. അവൻ നോക്കുന്നത് കണ്ട ജാള്യത മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇവളെയും കൊണ്ട് നീ എവിടേക്ക് വരും? ഈ യാത്ര തീരുന്നത് വരെയല്ലേ? അത് കഴിഞ്ഞാൽ നിന്നെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അവസരം കിട്ടിയപ്പോൾ അവളുടെ ചെവിയിലായി പറഞ്ഞു നിഹാൽ. ആരെങ്കിലും കേട്ടോന്നറിയാൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൾ സഫയോട് ചേർന്ന് നടന്നു. അവളുടെ മുഖത്തെ ഭയവും വെപ്രാളവും കണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ചു. പെട്ടെന്നാണ് അവനക്ക് വെള്ളടി വെട്ടിയത്. പടച്ചോനെ, മഷു, സുർമി അവരെ സൂക്ഷിച്ചിലേക്ക് ആക്കിക്കൊടുത്ത് നിഹാൽ ഫോൺ എടുത്ത് മഷൂദിന് ഡയൽ ചെയ്തു. കാത്തിരിക്കാം, ഈ അവസരം അവൾ മുതലെടുക്കുമോ അതോ പൊട്ടിപ്പാളീസാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കും. ഇൻഷാല്ലാ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.